ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം മച്ചന്മാരെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ FFലേക്ക് നെക്സ്റ്റ് മന്ത് വരാൻ പോകുന്ന ഗോൾഡ് വാൾട്ട് വന്നിലെ ബണ്ടിലീസ് 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ FFൽ വരും ദിവസം തന്നെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സഹൂർ ബണ്ടിൽ കിട്ടാൻ പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറേ ആൾക്കാർ കാത്തിരിക്കുന്ന നമ്മളെ മെയിൻ ബണ്ടിൽ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ FFലേക്ക് ന്യൂ ആയിട്ടൊരു ത്രോൺ ഇമോട്ട് വരാൻ പോകുന്ന പോലെ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ടൊരു വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് പിക്കില്ലട്ടോ പല കമൻറ്റുകൾക്കുള്ള ആൻസറും ഉണ്ട് ഈ വീഡിയോയിലോട്ടോ. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എങ്ങനെയാണ് ഹൈപ്പ് ബട്ടൺ യൂസ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എങ്ങനെ നോക്കുക കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ചാനൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റ് ആയിട്ട് ലൈക്ക് ബട്ടൺ ഞെക്കുക. ആ ടൈമിൽ നമ്മൾ കമൻറ്റ് സെക്ഷൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഹൈപ്പ് ബട്ടൺ ഷോ ആവും. അതുപോലെ എത്ര ഹൈപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പോയിൻ്റ് കാണാൻ പറ്റും. അപ്പോൾ അത് ഞെക്കുന്ന ടൈമിൽ നമ്മുടെ പോയിൻ്റ് ഇൻക്രീസ് ആവും കേട്ടോ. അപ്പോൾ പോയിൻ്റ് ഇൻക്രീസ് ആവും തോറും നമുക്ക് അതിനനുസരിച്ചുള്ള റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അതിലൂടെ കുറേ ലൈക്കും കാരണമൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ റെഡിങ് കോഡിൻ്റെ കാര്യം പഴയതുപോലെ തന്നെ ആകെ അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ലൈക്കും കാലമൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും റെഡിയും കൂടി നമ്മുടെ ചാനലുണ്ടാവും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 700 ലൈക്ക് തന്നെയാണ്. അപ്പോൾ മറ്റന്നാളാകുമ്പോഴത്തേന് 700 ലൈക്ക് ഈ വീഡിയോയിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ റെഡിയും കോഡ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നേരെ ഈ നമ്മൾ അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മൾ FFലേക്ക് നെക്സ്റ്റ് OB55 അപ്ഡേറ്റിലൂടെ ന്യൂ ആയിട്ട് വരാൻ പോകുന്ന കുറച്ച് പോസുകളാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണും കേട്ടോ. അപ്പോൾ ഫോട്ടോ പോസുകളൊക്കെ പറയാൻ പറ്റും. നമ്മൾ ടീമേറ്റൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ കുറേ അധികം ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമ്മളെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഈ ഫോട്ടോസാണ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയിക്കാനും. ഓക്കെ, അപ്പോൾ അറിയാത്തൊരു കുറച്ചധികം ഡൗട്ടൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ത്രോണിലിരിക്കുന്ന പോലെ ഒരു ഫോട്ടോ പോസ് കണ്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. സംഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. കിഡിലെനാല് ത്രോൺ ഇമോട്ട് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇമോട്ടാണ് സംഭവം എന്നറിയില്ല, കൺഫർമേഷൻ വന്നിട്ടില്ല എങ്കിൽ പോലീസ് നമുക്ക് ഇങ്ങനെ ഒരു ത്രോൺ ഇമോട്ടൊക്കെ വരാൻ സാധ്യതയുള്ള പോലെ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് സൂചന വന്നിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നവംബർ മന്ത്തൊക്കെ അല്ലേ നമുക്ക് ഈ സ്പോർട്സും നമ്മളെ FFWSൻ്റെ ഇവൻ്റൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വല്ല ന്യൂ ആയ ത്രോൺ ഇമോട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ടൈം എടുക്കും വരാണെങ്കിൽ തന്നെ. അപ്പം നമുക്ക് നേരെ നമ്മൾ അപ്ഡേറ്റിലേക്ക് തന്നെ വരാം. അപ്പം മച്ചാന്മാരെ നമ്മൾ FFലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തണ്ടർ ബോൺ MVP ബണ്ടിൽ വരാൻ പോവാണ്. ഓക്കെ, ബണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയിൽ നമ്മളെ ബോറിറാം സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന ബണ്ടിലാട്ടോ. ഒരു രക്ഷയില്ലാത്ത ബണ്ടിലാണ്, കിഡിലം ബണ്ടിൽ. ഞാൻ പറഞ്ഞിട്ട് വേണ്ടില്ല, എല്ലാവർക്കും അറിയിക്കാരം വന്നിട്ടുണ്ട്. എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് മറ്റൊരു ഗ്രാൻഡ് ഐറ്റം നോക്കുകയാണെങ്കിൽ വുഡ് പാക്കിൻ്റെ ഒരു സ്കിൻ കൂടി വരുന്നുണ്ട്. ആട്രിബ്യൂട്ട് നോക്കുക, ഡബിൾ ആർമർ പെനട്രേഷൻ ആണ്, സിംഗിൾ റീലോഡ് സ്പീഡ് ഉണ്ട്. നല്ലൊരു ആട്രിബ്യൂട്ട് ആട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഒരു ഗ്ലൂ വാൾ സ്കിൻ വരുന്നുണ്ട്. നമ്മളെ ബോറിറ സ്പോർട്സിൻ്റെ ആ ലോഗോക്കെ ആയിട്ടുള്ള ഒരു ഗ്ലൂ വാൾ സ്കിന്ന്. അത് നെക്സ്റ്റ് ആയിട്ട് നമ്മളെ ബാക്ക് ബേ സ്കിൻ കേട്ടോ. ഇങ്ങനെ ഷാള് പോലെ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം എന്തായാലും സൂപ്പർമാൻ്റെ പോലെയൊക്കെ സംഭവം നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് അതുപോലെ കൊണ്ടുവരാൻ കുറച്ചുകൂടി നല്ലതായിട്ടുണ്ടാവും. നെക്സ്റ്റ് ആയിട്ട് ലൂട്ട് ബോക്സ് ഉണ്ട്. അതിൻ്റെ ഐക്കൺ പോലെ ലൂട്ട് ബോക്സ്, അതുപോലെ തന്നെ പാൻ സ്കിന്ന്, അങ്ങനെ കുറേയധികം ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇവൻറ്റ് വരാവുന്ന പോസിബിൾ ടൈം നോക്കുകയാണ്. മാക്സിമം നമുക്ക് സെപ്റ്റംബർ മന്തിലാണ് ഇവൻറ്റ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തന്നെ വരാമെന്ന ഡേറ്റ് നോക്കണം. 4-ാം തീയതിക്കായിട്ട് ഇവൻറ്റ് വരുന്ന പറയുന്നത്. അപ്പോൾ അതിൽ ഇത് ഏറ്റവും ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് ഇതിൽ ഗൺ സ്കിന്നാണ് വരാൻ പോകുന്നതാണ് അപ്ഡേറ്റ് വന്നുള്ളത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 299 ഡയമണ്ട് ടോക്കൺസ് നമുക്ക് വേണ്ടി വരും, യൂണിവേഴ്സ് ടോക്കണ്. ആ ടൈമിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് ബണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 225 ടോക്കണ് ഒക്കെ ഉണ്ടെങ്കിൽ ബണ്ടിൽ എടുക്കാനും പറ്റും. 219 എത്ര കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഗ്ലൂ വാൾ സ്കിൻ ഉണ്ട്, പാൻ സ്കിൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ തന്നെ ആവുന്നില്ല കേട്ടോ. ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടില്ല വീഡിയോ ആണ്. നമ്മൾ ഇന്ത്യൻ സർവേ ചെയ്യുന്ന ടൈമിൽ മാറാൻ സാധ്യത ഉണ്ട്. എങ്കിൽ പോലെ 250 ടോക്കൻ്റെ മുകളിലൊന്നും ബണ്ടിൽ പോകാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എന്തായാലും ഇവൻറ്റ് വരാൻ പോകുന്നത് സെപ്റ്റംബർ മാസമാണ്, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നമുക്ക് നേരെ കുറച്ച് ഓയിസ് പാക്കുകൾ കേട്ട് നോക്കാം കേട്ടോ. Everyone, make me rock my ayahu. Wah, 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 wah. Oh my God! Ek nahi bawa.
Exagéré. Haha, जाता हूँ लेकिन मैं वापस जरूर आऊंगा इजारी मेरा कॉलेज की फोटो दलमिया हेलो एवरीवन मेरा नाम है तुम शहूर ज्यादा पकड़ मत करो അപ്പൊ ഇതിൽ വോയിസ് പാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ, എന്തെങ്കിലുമൊക്കെ ഓഡിയോ? അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വോയിസ് പാക്ക് നമ്മൾ FF വരും ദിവസങ്ങളിൽ തന്നെ, അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെറിയൊരു അപ്ഡേറ്റിലൂടെ നമ്മൾ FF ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടു സഹൂറിൻ്റെ ഫ്രീ ഇവൻ്റ് കൂടി ആഡ് ചെയ്തേക്കാന്നാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചൂടില്ല അപ്ഡേറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ എന്തായാലും ഈ വീക്ക് തന്നെ മാക്സിമം ടു സഹൂറിൻ്റെ ഒരു ഫ്രീ ഇവൻ്റ് ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യാൻ എന്തെങ്കിലും നല്ല കാര്യമായ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഈ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന നമ്മൾ മെയിൻ കണ്ടന്റ് ആണ്. അപ്പോൾ മച്ചാന്മാർ നമ്മൾ FF നെക്സ്റ്റ് വരാൻ പോകുന്ന ഗോൾഡ് വാൾട്ട് ഇവന്റ് ഏതാണെന്ന് കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ വീഡിയോ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യം കൺഫേം ആണ്, ഓൾറെഡി കൺഫേം ആയിട്ടുള്ളതാണ് നമ്മുടെ ഗോൾഡ് വാൾട്ട് ഇവന്റ്. അത് തന്നെ ഈ ഗോൾഡ് വാൾട്ട് ബണ്ടിൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനും നോക്കി. 28 ദിവസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെ കാര്യം. അപ്പോൾ അതിന് നെക്സ്റ്റ് വരാൻ പോകുന്ന ഗോൾഡ് വാൾട്ട് ഇവന്റിലെ ബണ്ടിലാണ് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണട്ടെ. ഒരു ബട്ടർഫ്ലൈ തീമിലാലെ ബണ്ടിലാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അതും ബട്ടർഫ്ലൈൻ്റെ ഒരു ഇമേജൊക്കെ അല്ല ടീഷർട്ടൊക്കെ അല്ല ബണ്ടിലാണ്. അപ്പോൾ ഇതെന്തായാലും ഫീമെയിൽ ബണ്ടിലാണ്. ബണ്ടിൽ നോക്കണം അത്യാവശ്യം വെറുത്താട്ടോ, നല്ല ലുക്കല്ല ഒരു ഫീമെയിൽ ബണ്ടിൽ എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ ഫീമെയിൽ ക്യാരക്ടറിനൊക്കെ ഫീമെയിലായിട്ട് കളിക്കുന്ന ഗേൾസിനൊക്കെ എന്തായാലും ബണ്ടിൽ ഇഷ്ടപ്പെടും. മാക്സിമം ബോയ്സിന് ഇഷ്ടപ്പെടാനും സാധ്യത ഉണ്ട്. ഓക്കെ, തള്ളിക്കളയാൻ പറ്റില്ല. നെക്സ്റ്റ് ആയിട്ട് ഗൺ സ്കിന്നിന് പകരമായിട്ട് പോസിബിളി നമുക്ക് ഇങ്ങനെ ഒരു പരാങ് സ്കിൻ കൂടി ഇതിൽ വന്നേക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഗൺ സ്കിന്ന് വരാണെങ്കിൽ കുറച്ചുകൂടി വെറുത്തായിട്ട് ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല, ആരോട് പറയാൻ. ഗറിന് അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുക, ടൈമുണ്ട്. സെപ്റ്റംബർ മാസമാണ് ഇവൻ്റ് വരാൻ പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും കൺഫേം ആണ്, മാറ്റം വരാൻ സാധ്യതയില്ല. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിലെ ടോപ്പ് ആയ കമൻറ്റുകൾക്കുള്ള ആൻസറാണ്. അപ്പോൾ തന്നെ ഒരു നൻപൻ കമൻറ്റ് ഉള്ളത് 2200 ഡയമണ്ട് അവൻ്റെ കയ്യിലുണ്ട് പറയുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് സ്പിന്ന് ചെയ്താൽ ടീഷർട്ട് കിട്ടുമെന്ന് ചോദിക്കുന്നത്. ബ്ലാക്ക് ടീഷർട്ട് കിട്ടുമെന്നാണ് ചോദിക്കുക, എടുക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോസിബിളി കിട്ടാനൊക്കെ സാധ്യത ഉണ്ട്. അത് തന്നെ എനിക്ക് പറയാനുള്ള കാരണം നോക്കുക, എല്ലാവരോടും പറയാനുള്ള കാരണം നോക്കുക, നിങ്ങളെ കയ്യിൽ യൂണിവേഴ്സ് ടോക്കൺ ഉണ്ട്, അത് മാക്സിമം സേവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിന്നിങ് ടൈമിൽ ടോക്കൺ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ബാക്കിയോടും കൂടി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ള ഐറ്റം എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സേവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഒരു ബ്രോ കമൻറ്റ് ഉള്ളത് നമ്മൾ ഈ സോൾ ബണ്ടിൽ, ഓക്കെ എക്സ്ക്ലൂസീവ് സോൾ ബണ്ടിൽ തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് അയൺ ബ്ലേഡ് ബണ്ടിൽ കേട്ടോ. അപ്പോൾ 2 ബണ്ടിൽ റിട്ടേൺ വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിട്ടേൺ 100% കൺഫേം ആയിട്ട് റിട്ടേൺ വരാൻ പോകുന്നത് തന്നെയാണ്. അപ്പോൾ എന്നാണെന്നാണ് അറിയാൻ കഴിയാത്ത കേട്ടോ. മാക്സിമം നമുക്ക് ദീപാവലിൻ്റെ ടൈമിൽ തന്നെ വരാനാണ് ചാൻസ് ഉള്ളത്, രണ്ടും പാടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്ക്ലൂസീവ് സോൾ ബണ്ടിലും അതുപോലെ തന്നെ നമ്മുടെ അയൺ ബ്ലേഡ് ബണ്ടിലും രണ്ടും പാടെ ഒരുപക്ഷെ ഒരു റിന്യൂവലിലൂടെ തന്നെ വന്നാലും അത്ഭുതപ്പെടാനില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ അപ്ഡേറ്റ് വരുന്നത്. എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ദീപാവലിൻ്റെ ടൈമിൽ കുറേയധികം ഐറ്റംസ് നമ്മുടെ ഷെയ്ഡ് ബണ്ടിലൊക്കെ അതിൽ ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ ഏത് ബണ്ടിലാണ് കൊണ്ടുവരുന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ തന്നെ കൺഫേം ചെയ്യാനായിട്ടില്ല, വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഒരു ബ്രോ 20 days ആയിട്ട് ചോദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. റെഡീം കോഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവൻ എന്താ ഉദ്ദേശിക്കുന്ന അറിയില്ല. ഇവന് ഈ ഡയറക്റ്റ് ആയിട്ട് ഞാൻ റെഡീം കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ അവനെ അറിയാത്തതുകൊണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ ഇവനെ പോലെ തന്നെ നിങ്ങളും റെഡീം കോഡിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്. എനിക്ക് പറയാനുള്ള കാരണം നോക്കണം, നമ്മുടെ ചാനൽ ഇതിനകം തന്നെ 120ഓളം കോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയ കാരണം നോക്കാം, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം ലൈക്കേ വരുന്നില്ല. എക്സാം ടൈമാണ്, കുറ്റം പറയാനും പറ്റില്ല. എന്തായാലും എക്സാം കഴിയുന്ന ടൈമിൽ എന്തായാലും ലൈക്ക് ടാർഗറ്റൊക്കെ കംപ്ലീറ്റ് ആകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി മുതലും ലൈക്കും കാലമൊക്കെ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ചെയ്തായി കംപ്ലീറ്റ് ആവുന്ന മിഷനാണ്, ഓക്കെ ടാർഗറ്റാണ്. അപ്പോൾ 700 ലൈക്ക് ഞാൻ പറയാനുള്ളത്, അത് ഈ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും റെഡീം കോഡ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് റെഡീം കോഡ് കൊടുത്ത് ഒരു വീഡിയോ തന്നെ 3-4 ഓക്കെ 4 റെഡീം കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടവരുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ റെഡീം കോഡ് കണ്ടിന്യൂ ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ 2 ചാനലുണ്ട്, നമ്മളെ മലയാളി ബ്രോ ഒറിജിനൽ ചാനലുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടേക്കാരും വീഡിയോ ചെയ്യുക കേട്ടോ. ഇപ്പോൾ 2 ചാനൽ വീഡിയോ ഉണ്ട്, 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ടൊരു ബ്രദർ കമൻറ്റിൽ നമ്മുടെ ത്രോണി മോട്ടിനെ കുറിച്ചിട്ടാട്ടോ. അപ്പോൾ ത്രോണി മോട്ട് 100% കൺഫേം ആയിട്ട് റിട്ടേൺ വരാൻ പോവാണ്. എങ്കിൽ പോലും സെപ്റ്റംബർ മാസം ഒന്നും വരാൻ പോകുന്നില്ല.
അപ്പോൾ നവംബർ മന്താണ് നമ്മൾ FFWC ഇവൻ്റ് ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ത്രോൺ ഇമോട്ടിൻ്റെ എങ്ങനെ ലക്ക് റോൾ ഇവൻ്റ് ഒക്കെ വരാൻ പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വരും ദിവസം തന്നെ ഇതിനെക്കുറിച്ച് കൺഫേം ആയ അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ടൈമിൽ എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ FFലേക്ക് അപ്കമിങ് ആയിട്ട് വരാവുന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാവുന്ന ഐറ്റത്തിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റും കാലൊക്കെ മാക്സിമം പിക്ക് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ തന്നെ അതിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താൻ പോവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.